എല്ലാവർക്കും നമസ്കാരം. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഇപ്പോൾ 2 ദിവസമായിട്ട് കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ഒരു പെൺകുട്ടി വീട് വെച്ചു. വീടിന്റെ വില എന്ന് പറയുന്നത് 1.25 കോടി രൂപയാണ്. അതോടൊപ്പം തന്നെ അവരൊരു കാർ എടുത്തു. ഇത് മലയാളികൾക്ക് കണ്ടിട്ട് അങ്ങോട്ട് സഹിക്കുന്നില്ല. ഉടനെ തന്നെ അവരുടെ വീഡിയോകൾ വരുന്ന കമന്റ് ബോക്സിൽ അവർ മറ്റേ പരിപാടിക്ക് പോയിട്ടാണ് കാശുണ്ടാക്കിയത്, അവരങ്ങനെയാണ്, അവരിങ്ങനെയാണ്. അവരൊരു പ്രവാസിയായിരുന്നു. 4-5 വർഷം കൊണ്ട് എനിക്ക് തോന്നുന്നു ടിക്ടോക്കിൽ വളരെ ആക്റ്റീവായിരുന്ന ഒരു വ്യക്തിയാണ്. ഞാനിപ്പോൾ പറഞ്ഞു വരുന്ന ആരെക്കുറിച്ചാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ശ്രുതി തമ്പി. ടിക്ടോക്കുള്ള കാലം മുതലേ ഇവരുടെ വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ട്. ഇന്ത്യയിൽ ടിക്ടോക്ക് ബാൻ ചെയ്തതിന് ശേഷം പിന്നെ ഇവരെ ഇൻസ്റ്റഗ്രാമിലാണ് കണ്ടിട്ടുള്ളത്. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഇവർ വീട് പണി തുടങ്ങി. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് അവരുടെ വീടിൻ്റെ ഹൗസ് വാമിംഗ് കഴിഞ്ഞത്. അപ്പോൾ കുറേ മീഡിയക്കാർ അത് കവർ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അതിൽ വന്ന വീഡിയോകളുടെ താഴെ വന്ന കമൻറ്റുകളെ കുറിച്ചാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് ദുബായിലുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ചേട്ടാ ഇങ്ങനൊരു ആൾ നിങ്ങൾക്ക് പരിചയമുണ്ടെന്ന് ചോദിച്ചു. എനിക്കറിയാം, ഞാൻ സംസാരിച്ചിട്ടുണ്ട്, എനിക്ക് നേരിട്ട് അറിയുന്ന ഒരാളാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഇങ്ങനെ കുറേ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, അതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ? അപ്പോൾ എനിക്ക് പുള്ളി കുറച്ച് കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു തന്നു. അതാണ് നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ്. ശ്രുതി തമ്പി എന്താണ്, ശ്രുതി തമ്പി എങ്ങനെ ഇത്രയും കാശുണ്ടാക്കി തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. പക്ഷേ അദ്ദേഹം എന്നോട് റിക്വസ്റ്റ് ചെയ്തൊരു കാര്യം, വോയിസ് പുറത്തുവിടുന്നതിന് കുഴപ്പമില്ല, പക്ഷേ അതിൻ്റെ ഐഡൻറ്റിറ്റി പുറത്ത് പോരുത്. കാരണം വേറൊന്നുമല്ല, ശ്രുതി തമ്പിക്ക് ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ട്. ഒരുപാട് എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു നമ്പറിലല്ല നിൽക്കുന്നത്, ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഹേറ്റേഴ്സ് ഇദ്ദേഹമാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ആക്റ്റീവായ ഒരാളാണ്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, ഫേസ്ബുക്കിലായിക്കോട്ടെ, ഒക്കെ ആക്റ്റീവായ ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കമൻറ്റ് ബോക്സിൽ പോയിട്ട്, അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പോയിട്ട് കുറേ അധികം തെറിവിളികളും ഒക്കെ കേൾക്കാൻ ഈ ഒരു വിഷയം കാരണമാവും. അപ്പോൾ അതുകൊണ്ടാണ് വോയിസ് പുറത്ത് വിടുന്നെങ്കിലും ഐഡൻറ്റിറ്റി പുറത്ത് പോകില്ലേ എന്ന് പറഞ്ഞത്. ഞാൻ അത് വാക്ക് കൊടുത്തു. ഞാൻ ഒരിക്കലും ആരാണ് എന്താണെന്നൊന്നും പുറത്ത് പറയില്ല. ഞാൻ വോയിസ് പോലും ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടേ പ്ലേ ചെയ്യുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ വോയിസ് അവിടെ വയ്ക്കാം. അതിന് മുൻപ് നിങ്ങൾ ഈ കമൻറ്റുകളൊന്ന് കാണണം. എന്തൊക്കെ കമൻറ്റുകളാണ് ശ്രുതി തമ്പിയുടെ ആ വീഡിയോകളുടെ താഴെ വരുന്നത്. ഞാൻ കുറച്ച് 1-2 കമൻറ്റുകൾ വയ്ക്കാം. അതിൽ ഒരാളെന്ന് പറയുന്നത് വളരെ മാന്യമായ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് വർഷം മുന്നേ ഏതോ ലൈവിനിടയിലോ മറ്റോ മലപ്പുറത്തെ കുറ്റം പറഞ്ഞു എന്ന കാരണത്താൽ UAE-യിലുള്ളവരും അല്ലാത്തവരും തുടങ്ങിയ ഹെയ്റ്റാണ് ഇവൾക്കെതിരെ, നിർത്താറായില്ലേ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഒരു കമൻറ്റ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് കുറേ വർഷം മുൻപ് മലപ്പുറത്തെ കുറ്റം പറഞ്ഞതിൻ്റെ പേരിൽ തുടങ്ങിയ ഹേറ്റേഴ്സാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അതൊരു അറിവുണ്ടായിരിക്കാം. ഒരു മാസം 2.5 ലക്ഷം സേവിങ്സ്, അതെന്തായിരിക്കും ആ പണി? ആ മീനിങ് നിങ്ങൾക്ക് അറിയാമല്ലോ, എന്ത് പണിയായിരിക്കും ഇയാൾ ഉദ്ദേശിച്ചതെന്ന്. ശരിക്കും പറഞ്ഞാൽ കുറേ അധികം ഫേക്ക് ഐഡീസ് ആണ്. ഒരു തലയോ വാലോ പേരോ ഒന്നുമില്ലാത്ത കുറേ ഐഡീസ് ആണ്. ലാവൻഡർ കങ്കാരു എന്ന് പറഞ്ഞ ഐഡിയുടെ പേരെന്ന് പറയുന്നത്. അപ്പോൾ കുറേ കമൻറ്റ് തൊഴിലാളികൾ ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണ് ഫേക്ക് ഐഡിയും കൊണ്ട്. ഫേക്ക് ഐഡി ആകുമ്പോഴേക്കും തിരിച്ചറിയില്ലല്ലോ, ആരാണ് കമൻറ്റ് ചെയ്യുന്നതെന്ന് തിരിച്ചറിയില്ലല്ലോ. അപ്പോൾ എന്ത് വിടുവായത്തിലും വിളിച്ച് പറയാം, ആരെക്കുറിച്ചും എന്ത് തോന്നിവാസം വിളിച്ച് പറയാം. കൂടുതലും കാണുന്നത് ഫേസ്ബുക്കിലായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് ഇൻസ്റ്റഗ്രാമിലേക്കും കൂടി പടർന്നിട്ടുണ്ട്. ഒരാളെക്കുറിച്ച് എന്ത് തോന്നിവാസം വിളിച്ച് പറയുന്ന കുറേ അധികം ആൾക്കാർ. കഴിഞ്ഞ ദിവസം ഐ എം സൂപ്പർ ഹീറോ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൻ്റെ സന്ദീപിൻ്റെയും വൈഫിനെയും കൂടി ചേർന്നിട്ടൊരു വീഡിയോ കണ്ടു. അവരുടെ കുട്ടീനെ പോലും വെറുതെ വിടാത്ത കുറേ ആൾക്കാർ വളരെ മോശമായിട്ടാണ് ആ കുട്ടിയെക്കുറിച്ച് കമൻറ്റ് ചെയ്തേക്കുന്നത്. അതും ഫേക്ക് ഐഡി തന്നെയാണ്. പക്ഷേ ഈ ഫേക്ക് ഐഡിക്ക് പുറകിലും ഒരു വ്യക്തി ഉണ്ടാവില്ല ഈ കമൻറ്റ് എഴുതാൻ വേണ്ടി. എന്ത് ഗുണമാണ് ഈ വ്യക്തികൾക്ക് കിട്ടുന്നതെന്നുള്ളത് മനസ്സിലാവുന്നില്ല. അത്രയും മോശപ്പെട്ട കമൻറ്റുകളാണ് അയക്കുന്നത്. ഞാൻ ബാക്കി കമൻറ്റുകളൊന്നും വായിക്കില്ല, ജസ്റ്റ് ഇവിടെ പ്ലേ ചെയ്യാം. എനിക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് ഒന്ന് വയ്ക്കാം ആ കമൻറ്റ് എന്തൊക്കെയാണെന്നുള്ളത്. ഈ വിഷയത്തെക്കുറിച്ച് ഒരുപാട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ റിയാക്ട് ചെയ്തിട്ടുണ്ട്. കമൻറ്റ് തൊഴിലാളികൾക്ക് ഒരു പക്ഷേ ഞാൻ ചോദിക്കട്ടെ, പ്രവാസികളായിട്ടുള്ള എത്രയോ പേര് വീടുകൾ വയ്ക്കുന്നു. ആണുങ്ങൾക്ക് മാത്രമേ വീട് വയ്ക്കാൻ പാടുള്ളൂ. സ്ത്രീകൾ വീട് വയ്ക്കുമ്പോൾ മാത്രം അവർ വേറെ പണി ചെയ്താണ് വീട് വയ്ക്കുന്നത്, മറ്റേ പണിക്ക് പോയിട്ടാണ് വീട് വയ്ക്കുന്നത്. ഇങ്ങനെയൊക്കെ പറയാൻ എങ്ങനെ സാധിക്കുന്നു? ഇനി ഞാൻ ഇദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ശ്രുതി തമ്പി എന്ന് പറയുന്ന വ്യക്തി എങ്ങനെ ജീവിക്കുന്നു എന്ന് എൻ്റെ അറിവിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഞാൻ പലരോട് സംസാരിക്കുമ്പോൾ അവരെക്കുറിച്ച് വളരെ മോശമായിട്ട് കേട്ടിട്ടുണ്ട്. അവരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് നേരിട്ട് പരിചയമുണ്ടോ? അപ്പോൾ അവർ പറയുന്നത്, ഇല്ല, എനിക്ക് നേരിട്ട് പരിചയമില്ല, ഇന്ന ആൾ പറഞ്ഞുള്ള അറിവാണ്. ഇങ്ങനെ കൈമറിഞ്ഞാണ് ഈ അറിവുകളും മറ്റുള്ളവരിലേക്ക് എത്തുന്നത്. അതാണ് കോമഡി. ആരും നേരിട്ട് കണ്ടിട്ടോ നേരിട്ട് അനുഭവത്തിലോ പറയുന്നതല്ലെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഒരു പക്ഷേ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ പലരും ശ്രുതിയുടെ ഹേറ്റേഴ്സായിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് തെറി പറയാനും സാധ്യതയുണ്ട്. എനിക്കൊരു പ്രശ്നമില്ല. പക്ഷേ നമുക്ക് തോന്നുന്ന കാര്യം, അറിയുന്ന കാര്യം, മനസ്സിലാവുന്ന കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. ഒരാളെ ഇങ്ങനെ വട്ടം ചേർന്ന് ആക്രമിക്കാൻ അവരെന്ത് തെറ്റാണ് ചെയ്തത്? അല്ലെങ്കിൽ ഈ തെറി പറയുന്ന ആൾക്കാരെ അവരെന്തെങ്കിലും ദ്രോഹിച്ചോ? അവരെന്തെങ്കിലും മോശമായിട്ട് സംസാരിച്ചോ? ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എന്തിൻ്റെ പേരിലാണ് ഒരു വ്യക്തിനെ ഇങ്ങനെ വട്ടം കൂടി ആക്രമിക്കുന്നത്? 4 വർഷം കൊണ്ട് പ്രവാസിയായി എന്ന് കരുതിയിട്ട് അവർക്കൊരു വീട് വയ്ക്കാൻ പാടില്ലേ? അവർ ചെയ്ത വർക്ക് എന്താണെന്നുള്ള ഇദ്ദേഹം പറയുന്നുണ്ട്. എന്ത് വർക്കാണ്, എങ്ങനെയാണ് അവർ കാശുണ്ടാക്കിയത്? ശ്രുതി തമ്പി പറയുന്നു, ഞാൻ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാണ് അവിടെ ചെയ്യുന്നതെന്ന് പറയുന്നു. അത്യാവശ്യം ലാഭമുള്ള ബിസിനസ് അല്ലേ റിയൽ എസ്റ്റേറ്റ്? എൻ്റെ ഒരു സുഹൃത്ത് അവിടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നൊരു പെൺകുട്ടി തന്നെയാണ്. പിന്നെ ഇവർ ലൈവ് സ്ട്രീമിംഗ് ചെയ്യാറുണ്ട്. ടിക്ടോക്കിൽ ലൈവ് സ്ട്രീമിംഗ് ചെയ്യാൻ ആ കാര്യങ്ങളെല്ലാം ഇദ്ദേഹം പറയുന്നത്. നമുക്കൊന്ന് കേട്ട് നോക്കാം അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത്. നമുക്കൊന്ന് കേട്ട് നോക്കാം. ശ്രുതി തമ്പി ആക്ച്വലി ഇവരെക്കുറിച്ച് കുറെ കാലം മുന്നേ ക്യൂനെറ്റ് എന്ന് പറയുന്ന ഒരു മണി ചെയിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. അത് ഇവർ ആക്ച്വലി ഒരു പ്രൊമോഷൻ ചെയ്തിട്ട് കുറെ ആൾക്കാർ ഇവർക്ക് ഓഫ്ലൈനകത്ത് കയറ്റി അത്
പൊട്ടിപ്പോയി വന്നിട്ട് എന്തോ ആയി സംതിങ് അങ്ങനെ ആയിട്ട് അതിനെ പേര് കുറെ വിവാദം ഉണ്ടായി, കേസും പ്രശ്നങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് ഈ ടിക്ടോക്ക് ഭയങ്കരമായിട്ട് വ്യാപകമായത്. ടിക്ടോക്ക് വ്യാപകമായപ്പോൾ അപ്പം ഇന്ത്യയിലൊക്കെ ബാൻ ചെയ്തതിന് ശേഷമാണ് തോന്നുന്നത് ടിക്ടോക്കിലെ ഗെയിമിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഈ ഗെയിമിനകത്തുകൂടെ ഭയങ്കര ഏണിങ്സ് ആണ്. ലൈക്ക് ഗിഫ്റ്റ് കിട്ടും, ഭയങ്കര ഗിഫ്റ്റ്. അവർ ലൈവ് സ്ട്രീമിങ് ചെയ്യും. ലൈവ് സ്ട്രീമിങ് ചെയ്തിട്ട് പിന്നെ ഒരുപാട് ഗിഫ്റ്റ് വരും, ഭയങ്കര ഗിഫ്റ്റ്. അവരുടെ ലൈവൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടോ? ലൈക്ക് ടിക്ടോക്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് കാണുമ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ സിംഹവും കുതിരയോ ആനയൊക്കെ കൊടുക്കും. ഇതിനൊക്കെ ഭയങ്കര എമൗണ്ടാണ്. അത് കൺവേർട്ട് ചെയ്ത് നോക്കിയാൽ നല്ല എമൗണ്ടാണ്. അതൊക്കെ അവരുടെ ഏണിങ്സ് ഉണ്ട്. അപ്പം ഈ ആൾക്കാർ ഒരാൾ രക്ഷപ്പെട്ട് വരുമ്പോഴത്തേക്കും മറ്റു രീതിയിലൊക്കെ പറയാം. എനിക്ക് അറിയത്തില്ല ഇവിടെ ഇങ്ങനെ എല്ലാവരും പറയുന്നത് അവർ പറഞ്ഞില്ല, എന്നോട് പറഞ്ഞിട്ടുണ്ട് ചിലരൊക്കെ അവർ പറഞ്ഞ് ഇങ്ങനെ. പക്ഷെ നിങ്ങളുണ്ടോന്നും എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു മോശമായ രീതിയിൽ സമ്പാദിക്കുന്നുണ്ടോന്നും അവരുടെ വീഡിയോസൊക്കെ കണ്ടു. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്. അതായത് ക്യൂനെറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനി അതിൻ്റെ പ്രൊമോഷൻ കാര്യങ്ങളായിട്ട് ശ്രുതി തമ്പി ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവരുടെ കെയർ ഓഫിൽ കുറേയധികം ആൾക്കാർ, മണി ചെയിൻ കമ്പനിയാണ്, കുറേയധികം ആൾക്കാർ പൈസ ഇൻവെസ്റ്റ് ചെയ്യുകയും ആ പൈസ നഷ്ടപ്പെടുകയും ചെയ്തു. അതിൻ്റെ പേരിൽ ഇവർക്ക് കേസ് വരികയും, അപ്പോൾ സ്വാഭാവികമായിട്ടും കുറേയധികം ഹേറ്റേഴ്സ്, പ്രവാസികളും കൂടി ആകുമ്പോഴേക്കും കുറേയധികം ഹേറ്റേഴ്സ് ഉണ്ടാവും. അതിപ്പോൾ നാട്ടിലായാലും പറ്റിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. അതിൻ്റെ ബേസിൽ കുറേയധികം ഹേറ്റേഴ്സ് ഇവർക്ക് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ കേസുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ കേസുകളുടെ പുറകെ അവർ നടക്കുന്നുണ്ടാവും, നമുക്ക് അതേക്കുറിച്ച് അറിയത്തില്ല. പിന്നെ അദ്ദേഹം പറയുന്ന കാര്യം എന്ന് പറയുന്നത് ടിക്ടോക്കിൽ ലൈവുകൾ ചെയ്യാൻ പറ്റും, ആ ലൈവ് സ്ട്രീമിങ്ങിലൂടെ കാശുണ്ടാക്കും. ഇവിടെ നമ്മുടെ നാട്ടിലും ലൈവ് സ്ട്രീമിങ്ങിലൂടെ കാശുണ്ടാക്കുന്ന ആൾക്കാരില്ലേ? അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ. പിന്നെ പ്രവാസിയായിട്ട് പോയിട്ട് അങ്ങനെ കാശുണ്ടാക്കുന്നതിൽ എന്താണ് തെറ്റ്? അവർ മോശപ്പെട്ട രീതിയിലാണോ ലൈവ് സ്ട്രീമിംഗ് ചെയ്യുന്നത്? ഒന്നുമല്ല. അത് ഇദ്ദേഹം പറയുന്നുണ്ട്. അവരിങ്ങനെ തുണി കൊടുക്കാതെയോ അല്ലെങ്കിൽ തെറി പറഞ്ഞിട്ടോ ഒന്നും അല്ല ലൈവ് സ്ട്രീമിംഗ് ചെയ്യുന്നത്. ലൈവ് സ്ട്രീമിംഗ് എത്രമാത്രം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നു അത്രമാത്രം ഇവർക്ക് ഏണിങ്സ് കൂടുതലാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ തൊപ്പിയുടെ ഇൻകം പോലും ഒരു സമയത്ത് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, ഒരു മാസത്തെ ഇൻകം എത്ര രൂപയാണെന്ന്. അപ്പോൾ അത്രയും എമൗണ്ട് അവർക്ക് ഉണ്ടാക്കാൻ പറ്റും. പ്രവാസികൾക്കാണെങ്കിൽ ഇപ്പം ടിക്ടോക്ക് ലൈവ് സ്ട്രീമിംഗ് എനിക്ക് തോന്നുന്നു ഇവിടെ ഇന്ത്യയിൽ ബാൻ ആയതിനു ശേഷമാണ് ലൈവ് സ്ട്രീമിംഗ് കൊണ്ടുവന്നെന്ന് തോന്നുന്നു. അതിന് മുന്നേ ലൈവ് ഉള്ളതായിട്ട് എനിക്ക് അറിയില്ല. ഞാൻ ടിക്ടോക്കിൽ ആക്റ്റീവ് ആയിരുന്നു. അതിലൂടെ അവർ കാശുണ്ടാക്കുന്നുണ്ടാവും. പിന്നെ ഗെയിമിംഗ് സംഭവങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. ഞാനത് ഈ ഫേസ്ബുക്കിൽ തന്നെ ഇവരുടെ ഗെയിമിംഗ് വീഡിയോകൾ കണ്ടിട്ടുണ്ട്. അതായത് ഇവരും വേറെ 1-2 പേരൊക്കെ ഒരുമിച്ചിരുന്ന് അതും ലൈവിലാണ് ചെയ്യുന്നത്. ഓരോ ഗെയിം കളിക്കുന്നു, അതിലൂടെ തന്നെ എന്തൊക്കെയോ ആ പരിപാടികൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ചോദിക്കുകയോ അതിൽ പണിഷ്മെൻറ്റ് കൊടുക്കുകയോ അങ്ങനെ എന്തൊക്കെയോ പരിപാടികളാണ്. അപ്പോൾ അവിടെയും ഈ ലൈവ് കാണുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാശ് സ്പോൺസർ ചെയ്യാൻ പറ്റും, കാശോ ഗിഫ്റ്റോ ഒക്കെ സ്പോൺസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രീതിയിലാണ് ഇവർ കാശുണ്ടാക്കിയെന്ന് പറയുന്നു. ഒന്ന് ലൈവ് സ്ട്രീമിങ്, അല്ലെങ്കിൽ ഗെയിമിംഗ് കളിച്ചിട്ട് കാശുണ്ടാക്കി. ഈ ഗെയിമിംഗ് എന്ന് പറയുമ്പോഴേക്കും ഇനി കുറേ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരൊന്ന് പറയും ആ ഗെയിമിംഗ് മറ്റേ ഗെയിമിംഗ് ആണ്. ഏത് രീതിയിലാണെങ്കിലും എന്ത് രീതിയിലാണെങ്കിലും ഒരാളെ താറടിച്ച് കാണിക്കാൻ വേണ്ടി നിൽക്കുന്ന കുറേ അധികം ആൾക്കാർ, ശരിക്കും അസൂയ എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു പെണ്ണ് കുറേ വർഷങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ പോയിട്ട് അവർ ഹാർഡ് വർക്കോ സ്മാർട്ട് വർക്കോ എന്തോ ആയിക്കോട്ടെ, അവർ നാട്ടിൽ വന്ന് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു വീട് വെച്ചു. ഇതൊരാണാണെങ്കിൽ നിങ്ങൾ പറയുമായിരുന്നു, ഒരാണ് ഗൾഫിൽ പോയിട്ട് അവർ ഇതേപോലെ ലൈവ് സ്ട്രീമിങ്ങും അല്ലെങ്കിൽ ഈ പറയുന്ന ഗെയിമിങ്ങും റിയൽ എസ്റ്റേറ്റും ഒക്കെ ചെയ്തിട്ട് ഒരു വീട് നാട്ടിൽ വെക്കുകയാണ്, നിങ്ങൾ ചീത്ത പറയുമോ? അവൻ മറ്റേ പണിക്കാണ് പോയിട്ട് വീട് വെച്ചെന്ന് പറയുമോ? പറയത്തില്ല. പക്ഷെ പെണ്ണ് ചെയ്ത് കഴിഞ്ഞാൽ അത് വേറെ പണിക്ക് പോയിട്ട് ചെയ്തതാണെന്ന് പറയും. അതിൻ്റെ ലോജിക്ക് എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അതൊരു തരം അസൂയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിനപ്പുറം വേറെ ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ബാക്കി കേൾക്കാം. പിന്നെ അവര് മോശമായിട്ടുള്ള വീഡിയോസും ചെയ്തിട്ടില്ല. അവരുടെ ലൈവൊക്കെ ആണെങ്കിൽ മാന്യമായിട്ടാ സംസാരിക്കുന്നത്. ബാഡ് വേർഡ്സ് ഒന്നും യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എന്തിനാണ് ഈ ആൾക്കാർ ഇത്രയും അവരുടെ ചോദ്യം ചെയ്യാൻ ആലോചിച്ചിട്ടുണ്ട്? കാരണം മറ്റു പലരും പരസ്യമായിട്ട് വന്നിട്ട് ലൈവുകളൊക്കെ ചെയ്യുന്നുണ്ട്. ടിക്ടോക്കിൽ മോശമായിട്ടൊക്കെ പറഞ്ഞും തലവിളിച്ചൊക്കെ. പക്ഷേ ഇവരുടെ ലൈവാണെങ്കിലും ഇവരുടെ ഡ്രസ്സിങ് സ്റ്റൈലാണെങ്കിലും മറ്റൊരാളെ ഇത് കേട്ടിട്ടില്ല. പിന്നെ ഞാൻ ഇവരെ കുറിച്ച് മോശം പറഞ്ഞ ആൾക്കാർ ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളെങ്ങനെ അത് എൻ്റെ ബുക്കാരം പറഞ്ഞു, ആരോടെങ്കിലും പറയും അത് എൻ്റെ ബുക്കാരം പറഞ്ഞു. പിന്നെ ദുബൈയിലുള്ളതൊക്കെ അങ്ങനെ ദുബൈക്കാർക്ക് അറിയാവുന്ന താരുടെ കയ്യിൽ പ്രൂഫൊന്നുമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ എന്നോട് പോയി ചോദിച്ചപ്പോഴും ഞാൻ പറയാൻ കാരണം ഞാൻ എൻ്റെ അറിവിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അറിയാവുള്ളൂ. അവര് പറഞ്ഞു ഇവര് പാട്ട് നല്ല രീതിയിലാണ്, അല്ലാതെ അവരൊരു മോശ സ്ത്രീ എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ഇദ്ദേഹം പറയുന്ന വാചകം ശ്രദ്ധിക്കുക. അവരൊരു മോശം സ്ത്രീയായിട്ട് ഇതുവരെ അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല. ഇവരുടെ ലൈവ് കാണുമ്പോഴോ അല്ലെങ്കിൽ ഇവർ ലൈവിലാണെങ്കിൽ മോശമായിട്ട് സംസാരിച്ച് കണ്ടിട്ടില്ല, മോശമായിട്ട് ഡ്രസ്സ് ധരിച്ചിട്ട് കണ്ടിട്ടില്ല എന്ന് പറയുന്നു. ഞാൻ ഇവരുടെ ലൈവ് കണ്ടിട്ടില്ല. പക്ഷേ ഇവരുടെ പല വീഡിയോകൾ കണ്ടിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ പല ആൾക്കാർക്കൊപ്പം റീൽസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. എന്താണ് റീൽസ് ചെയ്യുന്ന ഇത്രമാത്രം തെറ്റാണോ? അവരതിനകത്ത് വൾഗർ ഡ്രസ്സ് ധരിക്കുന്നുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. മോശമായിട്ട് ഡ്രസ്സ് ഇട്ടിട്ട് വീഡിയോ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അവരുടെ വീഡിയോ കാണുമ്പോൾ തന്നെ കുറേ കമൻറ്റുകൾ കണ്ടിട്ടുണ്ട്. അവരുടെ ശരീരം വർണ്ണിച്ചുകൊണ്ടുള്ള കുറേ കമൻറ്റുകൾ. അങ്ങനെ കമൻറ്റ് തൊഴിലാളികൾക്ക് പിന്നെ വേറെ പണിയിലെത്തുകൊണ്ട് അവർ എന്ത് തോന്നിയ വാസവും എഴുതി വിടും. എൻ്റെ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ മോശമായിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇവർ മോശം സ്ത്രീയാണ്, ദുബായിൽ ഇവർ അങ്ങനെയാണ് നടക്കുന്നത് ഇങ്ങനെയാണ് നടക്കുന്നത് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, നിങ്ങളിത് എങ്ങനെയാണ് അറിഞ്ഞത്? നിങ്ങൾക്ക് സ്വന്തമായിട്ട് അനുഭവം ഉണ്ടോ? നിങ്ങൾ അവരെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് അവരെക്കുറിച്ച് അറിയുന്ന കാര്യങ്ങൾ മുഴുവൻ നിങ്ങളുടെ കമൻറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതല്ലാണ്ട് ആരെങ്കിലുമൊക്കെ പറഞ്ഞ് കേട്ടിട്ട് ഇവർ മോശം സ്ത്രീയാണ്, ഇവർ ദുബായിൽ മറ്റേ പണി ചെയ്ത് ജീവിക്കുന്നവരാണ് എന്ന് പറഞ്ഞ് വരുവാണെങ്കിൽ അത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. നിങ്ങളോട് പറഞ്ഞത് ആരാണെന്ന് അല്ലെങ്കിൽ നിങ്ങൾ പറയേണ്ടി വരും, നിങ്ങളവിടെ കമൻറ്റ് ചെയ്യേണ്ടി വരും. അതിന് തയ്യാറാണെങ്കിൽ മാത്രം നിങ്ങൾ മോശം കമൻറ്റ് ചെയ്തത് ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ.
ഇവർ മോശമായിട്ട് പോകുന്ന ഒരാളാണ് എന്ന് നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ നിങ്ങളോട് കമൻറ്റ് ചെയ്തോളൂ. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇവരെ അറിയുന്നത്, ആര് പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഇവരെ അറിയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് എന്തെങ്കിലും അനുഭവം ഉണ്ടോ എന്നുള്ള കാര്യം കൂടി നിങ്ങളോട് വെളിപ്പെടുത്തണം. അല്ലാണ്ട് ചുമ്മാ വന്നിട്ട് ഒരാളെ താറടിച്ച് കാണിക്കാൻ വേണ്ടി അവർ സ്ത്രീയാണ്, അതുകൊണ്ട് അവർ വേറെ പണികൾ ചെയ്തിട്ടാണ് കാശുണ്ടാക്കുന്നത് പറയാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങളുടെ വീടുകളിലും ഒരു സ്ത്രീ ഉണ്ടെന്നും അല്ലെങ്കിൽ അമ്മമാരുണ്ടെന്നും ഭാര്യമാരുണ്ടെന്നും സഹോദരിമാരുണ്ടെന്നും മനസ്സിലാക്കണം, ചിന്തിക്കണം. ഞാനിപ്പം നാട് നന്നാക്കാനോ അല്ലെങ്കിൽ ഈ പറയുന്ന കമൻറ്റ് തൊഴിലാളികളെ ഉദ്ധരിക്കാനോ നടക്കുന്ന ഒരാളല്ല. ഒരാളെക്കുറിച്ച് പറയുമ്പോൾ, ഒരാളെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, എന്താണ് ഈ പറയുന്നത്, നമ്മൾ ആരെക്കുറിച്ചാണ് പറയുന്നത്. ഈ പറയുന്ന ഒരുപാട് പേർക്ക് ഒരുപാട് ഐഡിയകൾ കണ്ടിട്ടുണ്ട്, അതൊന്നും തന്നെ ഐഡൻറ്റിറ്റി ഇല്ല. എന്തെങ്കിലുമൊക്കെ പേരിൽ എന്തെങ്കിലുമൊക്കെ ഫോട്ടോ വെച്ചിട്ട് ഒരു ഐഡി, അവിടെ വന്ന് പറയുന്ന തെറികൾ കാണണം. സഹിക്കാൻ പറ്റില്ല, അമ്മാതിരി തെറികളായിരിക്കും പറയുന്നത്. ബാക്കി ഇവിടെ കേൾക്കാം. അവർ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഗിഫ്റ്റ് അവര് അവിടെ കുത്തിയിരുന്ന ടിക്ടോക്കിനകത്ത് നല്ല രീതിയിൽ പണിയെടുത്ത് തന്നെയാണ് അവര് ഏൺ ചെയ്തിട്ടുള്ളത്. പിന്നെ പ്രൊമോഷൻസൊക്കെ ചെയ്യാൻ തോന്നുന്നുണ്ട് ആദ്യം, അതൊന്നും എനിക്കറിയത്തില്ല. കാരണം അവർ പ്രൊമോട്ട് ചെയ്തിട്ട് തന്നെ അതിൻ്റെ താഴെ ഭയങ്കരമായി കമൻസാ, ഇത് നാളെ പൊട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ. അല്ലാതെ ഒരു മോശം അങ്ങനെ അന്ന് ഒരു സ്ത്രീ അടച്ച് ആക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ഇങ്ങനെടുത്ത് പിടിച്ചു അങ്ങനെയൊന്നും ഫോട്ടോ ഒന്നും ഞാൻ 14 കൊല്ലമായിട്ട് ദുബായ് ജീവിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമുക്ക് ലൈക്ക് സോഷ്യൽ മീഡിയ ആയിട്ടും പബ്ലിക്കായിട്ടൊക്കെ ബന്ധമുള്ളതാണ് ഇവിടെ ഞാൻ. അതുകൊണ്ട് ഞാൻ പറയുന്നു, എന്നോട് ചോദിച്ചാണ് ഞാൻ പറഞ്ഞത്. കേട്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെയാണ്. അവർ ഇതുവരെ മോശമായിട്ട് ഒരു സാഹചര്യത്തിൽ പിടിക്കപ്പെടുകയോ അല്ലെങ്കിൽ മോശമായിട്ട് രീതിയിൽ ജീവിക്കുന്നതായിട്ടോ ഒന്നും അദ്ദേഹത്തിന് അറിയില്ല. ഞാൻ അദ്ദേഹം പറഞ്ഞ കാര്യം വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഇപ്പം ഞാനൊരു പ്രവാസിയല്ല, അതുകൊണ്ട് തന്നെ പ്രവാസ ലോകത്ത് എന്ത് സംഭവിക്കുന്നു നമുക്കറിയില്ല. അപ്പം നിങ്ങൾ ആരെങ്കിലും പ്രവാസികളായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇവർ അങ്ങനെ മോശമായിട്ട് ജീവിക്കുന്നവരാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ ഒരു പ്രശ്നമല്ല, നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യാം. പക്ഷേ ആ വിത്ത് പ്രൂഫ് നിങ്ങൾ കാണിക്കണം. അതല്ലാണ്ട് ചുമ്മാ ഒരാളെ വന്നിട്ട് മോശം പറയുന്നത് ശരിയല്ല. കാരണം അത് പറയുമ്പോൾ വീട്ടുകാരെ കുറിച്ചുകൂടി ചിന്തിക്കണം. അല്ലെങ്കിൽ നമ്മളും വന്നത് ഒരു അമ്മയുടെ വയറ്റിൽ നിന്നല്ലേ, ഒരു സ്ത്രീയുടെ വയറ്റിൽ നിന്നല്ലേ, നമ്മൾ മാനത്തുനിന്നും പൊട്ടിമുളച്ചൊന്നും അല്ലല്ലോ. അപ്പോൾ ഒരു സ്ത്രീയെക്കുറിച്ച് മോശം പറയുമ്പോൾ നമ്മൾ പറയുന്നത് നമ്മൾ അമ്മയെക്കുറിച്ച് തന്നെയാണെന്ന് ചിന്തിക്കുക. അപ്പോൾ നമുക്ക് മോശം പറയാൻ തോന്നില്ല. എനിവേ, നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾക്ക് ഈ ശ്രുതി തമ്പി അറിയുമോ, നേരിട്ട് അറിയാമെങ്കിൽ അവരെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ ഇവിടെ കമൻറ്റ് ചെയ്യോ, അല്ലെങ്കിൽ എൻ്റെ ഇൻബോക്സിൽ ഡേവ് ഡിക്കോട്സ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ എൻ്റെ ഇൻബോക്സിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഇവരൊരു മോശം സ്ത്രീയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവരെക്കുറിച്ച് എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ അറിയാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് മെസ്സേജ് അയക്കാം. വിത്ത് പ്രൂഫ് വരുവാണെങ്കിൽ ഞാൻ അതെടുത്ത് വെച്ച് സംസാരിക്കും. അതിന് ഒരു പ്രശ്നമില്ല. അല്ലാതെ ഒരു സ്ത്രീ ഒരു വീട് വെച്ചു, ഒരു കാർ എടുത്തു, അതിന് ആർക്കാണ് നഷ്ടം? നിങ്ങളുടെ ആരുടെയെങ്കിലും കാശ് കൊണ്ട് പോയിട്ടാണ് അവർ വീട് വെച്ചത്, അവർ കാർ വാങ്ങിയത്? ഒന്നുമല്ലല്ലോ. പിന്നെ അന്ന് പറഞ്ഞ ആദ്യത്തെ പ്രൊമോഷൻ്റെ കാര്യം പറഞ്ഞത്, ക്യൂനെറ്റ് മണി ചെയിൻ കമ്പനി, അത് കേസ് നടക്കുവാണെങ്കിൽ അത് അതിൻ്റെ വഴിക്ക് നടന്നോളൂ. അത് ബാധിക്കപ്പെട്ടവർക്കാണെങ്കിൽ അത് ആ കേസിൻ്റെ വഴിക്ക് പോയിട്ട് ആ കാശ് കിട്ടാനുള്ളതാണെങ്കിൽ കിട്ടും. അതിൻ്റെ പേരിൽ ഒരാളെ ഇങ്ങനെ വലിച്ചു കയറുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. എനിവേ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായവും അതുപോലെ ഈ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായവും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.